ഞാൻ നിൽക്കുന്നത് മനോഹരമായ ഒരു പുഴയുടെ തീരത്താണ്. ഇതുപോലെ വളരെ ഭംഗിയുള്ള മനോഹരമായ പുഴയുടെ തീരത്തും ബീച്ച് സൈഡിലും കുന്നിൻ്റെ മുകളിലൊക്കെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും നമ്മളിൽ പലരും. ഇത്തരം മനോഹരമായ പ്ലോട്ടുകളാണ് നിങ്ങൾ വീട് വെക്കാൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഡിസൈനായി മാറേണ്ടത് ഈ പ്ലോട്ടിൻ്റെ ആംബിയൻസും ഭംഗിയുമാണ്. ഇവിടെ നല്ല വെള്ളമുണ്ട്, തണുത്ത കാറ്റുണ്ട്, എപ്പോഴും മഴ ലഭിക്കുന്ന സ്ഥലമാണ്. അതുപോലെ ശാന്തമായ സുന്ദരമായ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് നിങ്ങൾ വീട് വെക്കുന്നതെങ്കിൽ ഈ ശാന്തതയും സൗന്ദര്യവും വീടിൻ്റെ ഭംഗിയായി മാറണം. പുഴയിലേക്ക് തുറക്കുന്ന ബാൽക്കണികൾ വേണം. വീടിനുള്ളിൽ നിന്ന് പുഴയുടെ ഭംഗിയെ കാണാൻ പറ്റുന്ന യൂണിറ്റുകൾ അലൈൻ ചെയ്യണം. അങ്ങനെ തുടങ്ങി ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകതകൾ എന്താണോ അതെല്ലാം നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. കുന്നിൻ മുകളിലെ പ്ലോട്ട് നോക്കി വാങ്ങി അവിടെ വീട് വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. തൻ്റെ പ്ലോട്ട് കുന്നിൻ്റെ മുകളിലായതുകൊണ്ട് അവിടെ വീട് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. നിങ്ങൾ അവിടെയാണ് വീട് വെക്കുന്നതെങ്കിൽ ആ പ്ലോട്ടിൻ്റെ നാച്ചുറാലിറ്റിയാണ് നിങ്ങൾ വീടിൻ്റെ ഡിസൈനായി സ്വീകരിക്കേണ്ടത്. ഇനി നാരോ പ്ലോട്ടിലാണ് നിങ്ങൾ വീട് വെക്കുന്നതെങ്കിൽ ആ നാരോ പ്ലോട്ടിൻ്റെ ഭംഗിയെ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. വീതി കൂടിയ പ്ലോട്ടും കുറഞ്ഞ പ്ലോട്ടും ഇറഗുലർ ഷേപ്പിലുള്ള പ്ലോട്ടുകളും ഉണ്ടാവും. അവിടെയൊക്കെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, മടിക്കുന്ന ആളുകളുണ്ടാവും. ആരായാലും നിങ്ങൾ അവിടെയാണ് നിങ്ങൾ വീട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഏത് സ്ഥലമാണോ നിങ്ങളുടെ വീടിന് വേണ്ടി ചൂസ് ചെയ്തതെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളെയും ഭംഗിയെയും അവിടുത്തെ ആംബിയൻസിനെയും നിങ്ങളുടെ വീടിൻ്റെ ഡിസൈനാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക.